ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിൽ മണ്ണ് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് സംഭവം. സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും മണ്ണിടിച്ചിൽ. വിവരങ്ങളുമായി സാനു കെ സജ്ജീവിച്ചിരിക്കുകയാണ്. സാനു, എപ്പോഴായിരുന്നു സംഭവം? ട്രെയിൻ ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണോ? സുരേഷ്, ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് ഈ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. അതായത് ശക്തമായിട്ടുള്ള മഴയടക്കം തൃശ്ശൂരിൽ പെയ്യുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് മേഖലയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി സ്ഥാപിച്ച് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള ജോലി അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ, വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ട്രാക്കിലേക്ക് ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. ഒരു ഭാഗത്തേക്ക്, അതായത് തൃശ്ശൂരിലേക്ക് വരുന്ന ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതമാണ് നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. ഈ ട്രാക്കിലേക്ക് വീണ മണ്ണ് ചാക്കുകളിലാക്കി ഇവിടെ നിന്ന് മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. റെയിൽവേ ജീവനക്കാരുടെയും ഒപ്പം നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ മണ്ണ് ഇവിടുത്തെ ഈ ട്രാക്കിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തുടർന്നും ഈ തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും താറുമാറാകുകയൊക്കെ ചെയ്തിട്ടുള്ള ഈ പ്രദേശത്താണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് റെയിൽവേ ഇവിടുത്തെ നടപടികൾ വീക്ഷിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനും ഇടയിലെ അകമല റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് ഇത്തരത്തിലൊരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മണ്ണ് മാറ്റാനാകുമെന്നും അതേപോലെ തന്നെ ഈ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. സുരേഷ്, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.